ಹಾಯ್ ಆಲ್ ಅಸ್ಲಾಂ ವಲೈಕುಮ್ ವೆಲ್ಕಮ್ ಬ್ಯಾಕ್ ಟು ಮೈ ಚಾನಲ್. ಇನ್ನು ನಾನು ನಿಗಳಿಗೆ ಈಸಿ ಆಯ್ತು ഒരു പുഡിംഗ് റെസിപ്പി ഷെയർ ആക്കിയിട്ടുള്ള അതായത് ബട്ടർ സ്കോച്ച് പുഡിംഗ് ആയിത്തിക്കറ്. അപ്പോൾ ബട്ടർ സ്കോച്ച് പുഡിംഗ് ഇത്രയും ഈസി ഉണ്ടായെങ്കിൽ നിങ്ങൾ എപ്പം ഇത് ആക്കാത്താറ് അത്രയും ടേസ്റ്റ് ആയിത്തിക്കറ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ എങ്ങനെ ആക്കറുಂಟು ಟ್ರೈ ಹಾಕೋರು. അതേപോലെ ಇದರ ಫೀಡ್ಬ್ಯಾಕ್ എന്തിനും കമൻറ്റിൽ മെൻഷൻ ആക്കರು. അത്രയും ടേസ്റ്റ് ആയിത്തിക്കറ്. ഭയങ്കര അടിപൊളി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിത്തിക്കറ്. അതേപോലെ ಇದಕ್ಕೆ ಇಂಗ್ರೀಡಿಯೆಂಟ್ಸ್ ಅಂತೂ ಚೊಮ್ಮೆ ಬೇನುಂಟಿಲ್ಲ ಅವತ್ತು ಇನ್ನೊಮ್ಮೆ ಇಂಗ್ರೀಡಿಯೆಂಟ್ಸ್ ಯೂಸ್ ಹಾಕಿತ್ತು ನಿಂಗೆ ಹಾಕುം പോലത്തെ റെസിപ്പി ആയിത്തിക്കറ്. അപ്പോൾ ഇതെങ്ങനെ ആക്കറുಂಟು ನಾವು നോക്കിയിട്ട് ಬರಾം. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തേ. ആ സോസ് പാനിനെല്ലാം ಬೇರೆ ನಿಂಗೆ ಪ್ಯಾനും എടുക്കുക. അപ്പോൾ ನಾನು ಇದಕ್ಕೆ ഒരു 3 ಸ್ಪೂನ್ ಹತ್ರ ಶುಗರ್ ಆ್ಯಡ್ ಹಾಕಿದ್ದು ಕೊಡ್ತುಂಟುಲ್ಲ. ಶುಗರ್ ಆ್ಯಡ್ ಹಾಕಿದ್ದು ಜಸ್ಟ್ ಇങ്ങനെ ಕ್ಯಾರಮಲೈಸ್ ಆಗೋಗೈತೆ. നിങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് ಬಿಡೋರು. ഇടയിൽ കയ്യിൽ എന്തിടോപ്പ് വേണ്ട. അതേമേ നിങ്ങൾക്ക് 1-2 മിനിറ്റ് റൂൾഗത്തിലുണ്ടല്ലേ ഇങ്ങനെ ക്യാരമൽ ടെക്സ്ചർ ആയിട്ട് ബണ്ട് കളറിലായിട്ട് ബണ്ട് അതിൽ പിന്നെ നിങ്ങൾ തന്നെ ആഡ് ആക്കിയിട്ട് കൊടുക്കോರು. ഒരു ಗ್ಲಾಸ್ ಹತ್ರ ನಾನು ಚಪ್ಪೆ തന്നെ ಆ್ಯಡ್ ಹಾಕಿ ಉಂಟುಲ್ಲ ಅವ್ರನ್ನ ಕಪ್ಪರ ಹತ್ರ ഇതിട്ടിട്ട് നിങ്ങൾ ഒരു തെല്ല് തന്നെ വെച്ചാകുമ്പോൾ ഉണ്ടല്ലേ ഈ ഗട്ടി പോലെ ആയ സാമാൻ എന്തുണ്ട് ഈ ഷുഗർ എല്ലാത്തിൽ ഗട്ടി ആയിട്ട് നിൽക്കുക നിങ്ങൾ ചപ്പ തന്നെ ബീത്തുമ്പോൾ സഡൻലി. അപ്പോൾ നിങ്ങൾ ഇത് 1 മിനിറ്റ് 2 മിനിറ്റ് ഉൾഗത്തിൽ ഇങ്ങനെ ബുട്ടത്ത് കിട്ടറ്. അത് ബുട്ട് കിട്ടിയാൽ പിന്നെ ഉണ്ടല്ലേ തന്നി പൈക്കൊന്നും ഉണ്ടില്ല. തന്നി പൈക്കറ മുന്നല്ലേ ഗ്യാസ് ഓഫ് ആക്കി ಹಂಗೈತಿ. ഇപ്പോൾ ಇದ್ರ ಜಸ್ಟ್ ನೋಡ್ಕೊಡ್ದ ಹಿಂಗೆ ಹೇಳ್ಕೊಂಬೊಮ್ಮೆ ಬುಟ್ಟು ಕಿಟ್ರು അതിൽ പിന്നെ ഇതിങ്ങനെ മെൽറ്റ് ആവും. മെൽറ്റ് ആയ സാത്തിಗೆ നിങ്ങൾ ഗ്യാസ് ഓഫ് ആക്കി ಹಂಗೈತೆ. അതിൽ പിന്നെ ഓൾമോസ്റ്റ് സൈഡിൽ വെച്ചിട്ട് നിങ്ങൾ ഇതിൽ ചപ്പയാവുക വെച്ച് വിടും. അപ്പോൾ നിങ്ങൾ ഉണ്ടല്ലോ ക്യാരമലൈസ് ആകുമ്പോൾ സ്പൂൺ ഇടോ സ്റ്റാർട്ടാക്കി നിങ്ങൾക്ക് ചുമ നേരം എടുക്കരുത് മെൽറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ക്യാരമൽ എപ്പം നിങ്ങൾ ഏതേ ഫ്ലേവർ ഏതേ റെസിപ്പിക്കും ക്യാരമലൈസ് ആക്കാറുണ്ടെങ്കിൽ സ്പൂൺ ഇടോക്ക് പോകണ്ട. ഇനിയിപ്പോൾ ഞാൻ ബ്രെഡ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ನಾನು ಬೆಲ್ಲ ಟ್ರೇರ ಬ್ರೆಡ್ ಹಾಕ್ರೇನುಂಡಲೆ 1.5 ಪ್ಯಾಕರ್ ಬ್ರೆಡ್ ಬೇನಾವು ನಂಗೆ ಬೆಲ್ಲ ಸೈಜ್ರ ಬ್ರೆಡ್. അപ്പോൾ ನಾನು ചെറിയ ട്രേയിൽ ആക്കുന്ന സബിൽ నాకు 1 ಪ್ಯಾಕರ್ ഫുൾ ബ്രെഡിക്ക് ഒരു ജണ്ട് 3 ബ്രെഡ് എന്താ എക്സ്ട്രാ ഉള്ളിനീരിനക്ക്. അപ്പോൾ ഞാൻ ചെറിയ ട്രേയിലാക്കി ഉണ്ടല്ലേ. അപ്പോൾ ജണ്ട് ഇതിലെല്ലാം സൈഡറും ഇങ്ങനെ സൈഡ്സ് എല്ലാം കട്ടാക്കിയിട്ട് എടുക്കണം. ബ്രെഡ് അർഗല്ല ബ്രൗൺ അല്ല എന്തിനാ ഇന്നത് അതിൽ പിന്നെ ഇങ്ങനെ സൈഡിൽ വെച്ചിട്ട് ಬಿಡೋರು. ഇപ്പോൾ നെക്സ്റ്റ് ನಾನೊരു ട്രേ എടുത്തുണ്ടല്ലേ ನಾನು ഇതിൽ സെറ്റ് ആക്കിയിട്ട് കൊടുക്കറ. അതിൽ ഇപ്പോൾ ನಾನು എടുത്ത കേക്ക് ടിൻ ആയിത്തിക്കറ്. അപ്പോൾ കേക്ക് ടിന്നിൽ ഇങ്ങനെ എല്ലാ ബ്രെഡ് പീസസ് വെച്ചിട്ട് സൈഡ്സ് എല്ലാം കവർ ആക്കിയിട്ട് എല്ലാ പ്ലേസിലും ഇങ്ങനെ കവർ ആക്കിയിട്ട് കൊടുത്തുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ പ്ലേസ് എന്തുണ്ടോ അതെല്ലാം ഇങ്ങനെ ഫിക്സ് ആക്കിയിട്ട് കൊടുക്കോರು. ನಾನಿവിടെ ಈ ചെറിയ ഇങ്ങനെ ഹോൾസ് ബ്രെഡിൽ ಬಂತಿಕ್ಕರല്ലേ ಅದರම ഇങ്ങനെ കവർ ആക്കിയിട്ട് കൊടുത്തുണ്ടല്ല. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് പുഡിംഗ് ബിൻമായ ഒരു ക്രഞ്ച് റെഡി ആക്കുന്നുണ്ട്. അപ്പോൾ ക്രഞ്ച് റെഡി ആക്കുമെങ്കിൽ ഞങ്ങൾക്ക് എനർക്ക ക്യാരമൽ ആക്കുന്നു. അപ്പോൾ അതേ എടുത്തിട്ട് ನಾನು സോസ് പാൻ എടുത്തിട്ട് ಅದಕ್ಕೆ ನಾನೊരു 3 ಸ್ಪೂನ್ ಹತ್ರ ಇಲ್ಲ 2 ಸ್ಪೂನ್ ಹತ್ರ ಶುಗರ್ ಆ್ಯಡ್ ಹಾಕಿದ್ದು ಕೊಡ್ತುಂಟುಲ್ಲ. ഇപ്പോൾ ನಾನು 2 സ്പൂൺ ಹತ್ರ ಶುಗರ್ ಆ್ಯಡ್ ಹಾಕಿ ಕೊಡ್ತಾರೆ. ഇനിയിപ്പോൾ അതിനെ ഇങ്ങനെ ജസ്റ്റ് മെൽറ്റ് ആകും. നിങ്ങൾ വെച്ച് പുട്ടിങ്ങനെ നോക്കോರು. അതേമേ ഇങ്ങനെ കളർ ചേഞ്ച് ആയിട്ട് ബണ്ട് ജസ്റ്റ് പാൻ റാപ്പർ ഇപ്പറാക്കിയാൽ മയ്യോರು സ്പൂൺ ഇട്ട് കൊടുത്തെങ്കിൽ എനിക്ക് ചുമ ടൈം എടുക്കറ്. അതിൽ പിന്നെ ഇങ്ങനെ ನಾನು ಕ್ಯಾಶ್ಯೂಸ್ರೆಲ್ಲ ಇಟ್ಟು ಕೊಡ್ತುಂಟುಲ್ಲ ಕೊಟ್ಟೆಲ್ಲ ಇಟ್ಟು ಕೊಡ್ತುಂಟುಲ್ಲ. നിങ്ങൾക്ക് എത്ര ಬೇನೋ അത്ര ഇട്ടത് കൊടുക്കുക. അതേപോലെ ഷുഗർ നിങ്ങൾക്ക് തെളിയാറ ഇടുമെങ്കിലും ഞാറിടാ തെളിയാറ എന്താ ചെല്ലാറ് ക്രഞ്ച് ಯಾರೇ ಮೇಕಿಟ್ರು. അപ്പോൾ ನಾನೊരു 2 ಸ್ಪೂನ್ ಹತ್ರമേ ഇട്ടರೆ ನಾನು నాకు ഇത്ര ക്രഞ്ച് മൈ ಅವ್ರ ಜಂತ. അപ്പോൾ ಇದರೆಲ್ಲ ഇങ്ങനെ ഉണ്ടല്ലേ ഈ ഷുഗർ റെട്ടിക്ക് ക്യാരമൽ റെട്ടിക്ക് നല്ല ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് കൊടുക്കണം ഈ കൊട്ടേര. അപ്പോൾ നല്ല ക്രിസ്പി ബണ്ട് അതേപോലെ ഇതിലൊരു ഫ്ലേവർ ബണ്ട് അതുണ്ടല്ലോ അത് ഭയങ്കര ആയിത്തിക്ക്. അപ്പോൾ ഇത്ര ആയതേ നമുക്ക് ഇനി ഇതിൽ സെറ്റ് ആക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ ഇതേ പാനിൽ നമുക്ക് സെറ്റ് ആക്കിയിട്ട് എടുക്കുകയില്ല. ഇത് ചെന്ന് നമുക്ക് പിന്നെ എൽഗിത്ത് ബണ്ടില്ല. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് എന്താക്കുക ഈ കൗണ്ടർ ടോപ്പർ മേലിൽ ഇല്ലെങ്കിൽ ഒരു പ്ലേറ്റർ മേലിൽ ഇങ്ങനെ ഗീ ഇട്ടിട്ട് അല്ലെങ്കിൽ എണ്ണ ഇട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒടിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ തെല്ല ഗീ ഒടിಸಿರೆ ഇട്ടിട്ട് നെക്സ്റ്റ് ഇപ്പോൾ അത് ചപ്പ റുമെന്നെല്ലാം ಬೇಗ എടുക്കും. ഇത് നിങ്ങൾക്ക് പാനിൽ ചപ്പയെങ്കിൽ പിന്നെ എടുക്കോ ചുമ കഷ്ടവരും. ಅದಕ್ಕೆ പിന്നെ ഇത് ಬೇಗ നിങ്ങൾ ആയത്ര വെച്ചത്തിലേമേ ಬೇಗ എടുത്തിട്ട് ഇങ്ങനെ ഒരു തിറ്റർ മേലിലേയും പ്ലേറ്റർ മേലിൽ ഇങ്ങനെ സെറ്റ് ആക്കിയിട്ട് കൊടുക്കും. അപ്പോൾ ഞാൻ ഇതിലെല്ലാത്തും ഇങ്ങനെ എടുത്തിട്ട് സെറ്റ് ആക്കിയിട്ട് കൊടുത്തോണ്ടില്ല ഇവിടെ. ഇത് സെറ്റാക്കിയിട്ട് തെൽ ചപ്പയാവുക വെച്ചിട്ട് ಬಿಡೋಣ അങ്ങോട്ടമേ. അതേപോലെ ഞങ്ങൾ നെക്സ്റ്റ് ഇതേ സെയിം പാൻ ഉണ്ടല്ലേ ಅದಕ್ಕೆ ഇന്ന് ഞങ്ങൾ അടുത്തിൽ സോസ് റെഡി ആക്കിയിട്ട് എടുക്കുകൊണ്ട് ക്യാരമൽ സോസ്. അപ്പോൾ ഫസ്റ്റ് ಇದಕ್ಕೆ ನಾವು ഒരു 4-5 സ്പൂൺ ഷുഗർ ആഡ് ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വലിയ പുഡിംഗ് ആക്കാറുണ്ടെങ്കിൽ ഒരു 10 സ്പൂൺ ആഡ് ആക്കിയെങ്കിൽ ಬೇಜಾರಿಲ್ಲ. അപ്പോൾ നിങ്ങൾക്ക് സോസ് തെളിയാറെ ಬೇನು ഈ സോസ് ഉണ്ടല്ലേ ഈ റെസിപ്പിയുടെ മാസ്റ്റർ സ്ട്രോക്ക് ആയിത്തിക്കറ്. അത്ര ഒരു ടേസ്റ്റ് ആയിട്ട് ബണ്ട് ഈ റെസിപ്പിക്ക്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഇങ്ങനെ മെൽറ്റ് ആവുക വെച്ച് ಬಿಡೋರು. ಅದೇನು ಹಚ್ಚಿದ್ಮೇಲೆ നിങ്ങൾ ಸ್ಪೂನ್ ಇಡೋಕೆ പോകണ്ട. ಮತ್ತು ನಾನಿപ്പോൾ ಇಟ್ಟ ಸಬ್ಲುಂಡಲ್ಲೇ నాకు ತೆಲ್ಲ ಟೈಮ್ എടുക്കറേನು ಇದ್ರ ಕ್ಯಾರಮಲೈಸ್ ಹಾಕೋಗು. ഷുഗർക്ക് എപ്പം നിങ്ങൾ കയ്യിലിട്ട സാധക അത് ലേറ്റ് എടുക്കറ്. അപ്പോൾ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് കൊടുത്തോണ്ടില്ല ഇപ്പം അങ്ങനെ ഉണ്ടല്ലേ. ഇതിൽ മിക്സ് ആക്കിയിട്ട് കൊടുത്താൽ പിന്നെ നിങ്ങൾക്ക് തെല്ല് നല്ല മെൽട്ടായോണ്ട് ബണ്ടിത് മെൽട്ടായിട്ട് ഇങ്ങനെ നോക്കും. തെല്ല് എന്താ ചെല്ലാറ് ഫോം പലായും ബണ്ട് നോരെ പലായോണ്ട് ബണ്ട് ഇങ്ങനെ മെൽട്ടായും വരുമ്പോഴത്തേക്കും. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഉണ്ടല്ലേ ഞാൻ ഇത് കൊടുത്തതിൽ ബട്ടർ ആഡ് ആക്കിയിട്ട് കൊടുക്കറ്. ഇതിപ്പോൾ നല്ല മെൽട്ടായിട്ട് നല്ല തന്നി പലായും വരുമ്പോൾ ഒരു പീസ് ಹತ್ರ ನಾನು ചെറിയ പീസ് ಹತ್ರ ബട്ടർ ಆ್ಯಡ್ ಹಾಕಿದ್ದು ಕೊಡ್ಕರೆ. ಬಟರ್ ಆ್ಯಡ್ ಹಾಕಿದ್ದು നല്ല ಮಿಕ್ಸ್ ಹಾಕೋರು. ಕೈ ಬಿಡಾಂಟು ನಂಗೆ നല്ല ಮಿಕ್ಸ್ ಹಾಕಿಕೊಂಡು ಬರು. ಇದು ಮಿಕ್ಸ್ ಹಾಕಿಯപ്പോൾ ಏಮುಂಡಲ್ಲ ಇದರ ಕ್ರೀಮ್ನೆಸ್ ರೆಡಿ ಆಯೋಮಂಡು ಕ್ರೀಮಿ ಆಯೋಮಂಡು ಟೆಕ್ಸ್ಚರ್ ಹೊರ್ತೇಲು.
അപ്പോൾ ಇದಕ್ಕೆ ನೆಕ್ಸ್ಟ್ ഇപ്പോൾ ನಂಗೆ ಉಂಡಲೆ ಒರ್ತೇಲಿ ಪಾಲು ಆ್ಯಡ್ ಹಾಕಿದ್ದು ಕೊಡ್ಕೊಂಡು ಪಾಲು ಚೊಮ್ಮ ಆ್ಯಡ್ ಹಾಕೋಕೆ വേണ്ട ഇതിപ്പോൾ നല്ല ഇങ്ങനെ മെൽറ്റ് ആയിട്ട് ബറുമ്പത്തുകൊണ്ടല്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ ഒന്നോರು കറക്റ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിക്ക് ഞാൻ തെല്ല് പാൽ ആഡ് ആക്കിയിട്ടുണ്ടല്ലേ പാൽ നോക്കൊരു ഒരു തെല്ല് ആഡ് ആക്കിയാൽ മതിയോ നിങ്ങൾ ഒരു 2-3 സ്പൂൺ അത്ര ആഡ് ആക്കിയാൽ മതിയാവും അപ്പോൾ നിങ്ങൾ എത്ര ഷുഗർ എടുക്കാറ് അതിന് മേലെ എത്തിക്കുക അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഒർക്കത്തിൽ എല്ലാം പാൽ ആഡ് ആക്കി വേണ്ട ತೆಲ್ಲಾಕಿತ್ತು ಪಾಲು ಆ್ಯಡ್ ಹಾಕಿಂಟು ಪೂರ അപ്പോൾ ನಾನು ನೋಕೋರು ഇങ്ങനെ ഇട്ടുണ്ടില്ല തെല്ലാക്കിത്തെ ಬೇನ್ಮ ಎತ್ತರ ನೋಕಿತ್ತು നിങ്ങൾ ಇಲ್ಲಿ ವರ್ಕಲ್ಲಿ ಇಟ್ಟಂಗೆ ಅದು ಪೆರೋ ಗಟ್ಟಿ ಅವ್ರ ಚಾನ್ಸಸ್ ಸಿಕ್ಕರು ಲೈಕ್ ನಿಂಗೆ ಫಸ್ಟ್ ಸ್ಟೆಪ್ ತಣ್ಣಿ ರೆಡಿ ಹಾಕ್ಯಾರ അപ്പോൾ നിങ്ങൾ ವರ್ಕಲ್ಲಿ ತಣ್ಣಿ ಬೀತ್ತೊಂಬತ್ತಿಗೆ ಎಲ್ಲ ಗಟ್ಟಿ ಐತಲ್ಲೇ അതേപോലെ ಅವ್ರ ಚಾನ್ಸಸ್ ಸಿಕ್ಕರು അപ്പോൾ നിങ്ങൾ പാൽ ബീത്തുമ്പോൾ അതേപോലെ തെല്ലാക്കിത്ത് പാൽ ബീത്തിത്ത് കൊടുക്കോರು അതേപോലെ ഫുൾ ಬೆರ್ಗಿ ಉಂಟು ಪೂರಿಗೆ ನಮಗೆ നല്ല ಮಿಕ್ಸ್ ಹಾಕಿತ್ತು ಕೊಡ್ತೆಂಗೊಂಡಲೆ നല്ല ಸಾಸ್ ರೆಡಿ ಅವ್ರು ನೋಕೋರು നല്ല ತಿಕ್ಕಾಯ್ತು നല്ല ಫ್ಲೇವರ್ ಬರೋ ಸ್ಟಾರ್ಟ್ ಅವ್ರು ಈ ಸಾಸಿൽ അപ്പോൾ നിങ്ങൾക്ക് ഈ ടെക്സ്ചർ വരുമ്പോഴത്തേക്കും ഗ്യാസ് ഓഫ് ആക്കൊരു ഫ്ലെയിം ഞാനിത് സ്ലോ ഫ്ലെയിമിലേ ആക്കിയത് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് നിങ്ങൾ അതിലും ഇനി ചപ്പയാവും വെച്ച് ಬಿಡೋರು അപ്പോൾ ഞങ്ങൾ ഇവിടെ നോക്കರು ഈ ಕ್ಯಾಶ್ಯೂ എന്തുണ്ട് ಕ್ರಂಚ್ എന്തുണ്ട് ഇത് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് തെല്ല് ഇങ്ങനെ കയ്യിൽ കട്ടാക്കിയിട്ട് ഇത് ഞങ്ങൾക്ക് നല്ല പൊടി ആയിട്ട് ಬರೋಣ അപ്പോൾ പൊടിയാക്കും ഞങ്ങൾ മിക്സിയിൽ ഇട്ടെങ്കിൽ അലക്ക പൊടിയാവും അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചപ്പാത്തിയുടെ റോല ഇല്ലെങ്കിൽ കുത്രത് എന്തിനെങ്കിൽ അതിൽ കുത്തിയിട്ട് ഇങ്ങനെ ജസ്റ്റ് എടുത്തേക്കും മയ്യോറൊരു പ്ലാസ്റ്റിക് ഉള്ളിൽ ഇട്ടിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഡയറക്റ്റും കുത്തിയിട്ടും നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഈ ക്രഞ്ച് ഒന്ന് റെഡി ആയിത്തല്ലേ അപ്പോൾ ഞങ്ങൾക്ക് ಬೇನ್ಮ ഇൻഗ്രീഡിയൻസ് ಎಲ್ಲ ರೆಡಿ ಆಯ್ತು ಬಂತು ಇನಿപ്പോൾ ഞങ്ങൾക്ക് ಸೆಟ್ ಹಾಕಿ ಬೆಚ್ಚ ಬ್ರೆಡ್ ಎಂದ್ರುಂಡು ಅದಕ್ಕೆ ನಾನು ಉಂಡಲೆ ಫಸ್ಟಿಗೆ ತಣ್ಣಿ ಒಂದು ರೆಡಿ ಹಾಕಿ ಬೆಚ್ಚಿ ತಿನ್ನ ಅದು ಸ್ಪ್ರೇ ಹಾಕಿದ್ದು ಕೊಡ್ಕೊನು ಫುಲ್ ಚಂಡಿ ಹಾಕಿದ್ದು ಕೊಡ್ಕೊನು അപ്പോൾ നല്ലത് ഒരു വീഡിയോ ഒന്ന് ഡിലീറ്റ് ആയിട്ട് പോയിரு അപ്പോൾ നെക്സ്റ്റ് ഞാൻ സെറ്റ് ആക്കുമ്പോൾ നിങ്ങൾക്ക് കാട്ടുറേ അതെങ്ങനെ ഞാൻ ചണ്ടി ആക്കിരച്ചെന്ത അപ്പോൾ നെക്സ്റ്റ് ഞാൻ ഒരു ഗ്ലാസ് എത്ര ഉണ്ടല്ലേ വിപ്പ് ക്രീം എടുത്തേ ആ വിപ്പ് ക്രീം നല്ല ഇങ്ങനെ ബീറ്റ് ആക്കിയിട്ട് കൊടുക്കാം അപ്പോൾ ബീറ്റ് ആക്കിയിട്ട് കൊടുക്കുമ്പോൾ ഒരു പ്ലേസിൽ നിങ്ങൾക്ക് കൊടുത്തെല്ലാം ഇങ്ങനെ സ്റ്റിഫ്നെസ് ബറോ സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്കും നെക്സ്റ്റ് ഇപ്പോൾ ഞങ്ങൾ സോസ് എന്തിനാ റെഡി ആക്കിയിട്ട് വെച്ച് തിന്ന ബട്ടറും പിന്നെ പാലും എല്ലാം ഇട്ടിട്ട് റെഡിയാക്കി വെച്ചൊരു സോസ് ഇന്നലെ ലാസ്റ്റിಗೆ തേർഡ് സ്റ്റെപ്പിൽ റെഡിയാക്കിയത് അതിലിങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കുക ഒരു 2-3 സ്പൂൺ അത്ര ഇട്ടിട്ട് കൊടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾ ഇത് ബീത്തുന്ന ടൈമിലുണ്ടല്ലേ നിങ്ങൾ സോസ് തെൽ ഗട്ടിയായിട്ടില്ലെങ്കിൽ ഒരു സ്പൂൺ അത്ര പാലിട്ടിട്ട് തെല്ലിങ്ങനെ മെൽട്ടാക്കിയിട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഗ്യാസ് എന്നോർക്ക് ഓൺ ആക്കി പോകണ്ട വെച്ചാക്കിയെങ്കിൽ നിങ്ങൾക്ക് വിപ്പ് ക്രീം ഇടുമ്പോഴത്തേക്കും അത് തന്നി പൊട്ടും വിപ്പ് ക്രീം തന്നി പൊട്ടും ಅದಕ್ಕೆ ಅದೇ ಚಪ್ಪೆ ಪಾಲೆ ತೆಲ್ಲಿങ്ങനെ ಬೀತಿತ್ತು ಮಿಕ್ಸ್ ಹಾಕಿದ್ದು ಕೊಡ್ತೀವಿ നല്ല സോസ് റെഡി ആവും തെല്ല് എന്താ വെച്ചാൽ ലൂസ് ആയിട്ട് കിട്ടും നിങ്ങൾക്ക് അപ്പോൾ നെക്സ്റ്റ് ഇപ്പോൾ ഇതാണ് നോക്കുക ഞാനിങ്ങനെ ചണ്ടി ആക്കിയിട്ട് ഫുൾ എടുത്തേ ബ്രെഡ്ക്ക് ഇത് ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പിൽ ಖಾಲಿ ಶುಗರ್ಗೆ ഒരു ಗ್ಲಾಸ್ ತಣ್ಣಿ ಬೀತಿಯೋ ಮಿಕ್ಸ್ಚರ್ ಉಂಡಲೆ ಅದೈತಿಕ್ರ ಆ ತಣ್ಣಿ ಬೀತಿತ್ತು ನಾನು ಬ್ರೆಡ್ನ നല്ല ಚಂಡಿ ಹಾಕಿದ್ದು ಕೊಡ್ತಾರೆ ഇനിയിപ്പോൾ റെഡിയാക്കി വെച്ച ക്രീം എന്തുണ്ടോ അത് ഒരു ലെയർ സെറ്റ് ആക്കിയിട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ചുമ ക്രീമി ಬೇನುಂಟಾയെങ്കിൽ തെല്ലിയാറ ക്രീം ഇട്ട് കൊടുക്കും അപ്പോൾ ഞാൻ ചുമ ക്രീം ഇട്ടില്ല నాకు ഇത്ര മൈൽഡ് ആയിട്ട് കറക്റ്റ് ആയിട്ട് ബണ്ട് അപ്പോൾ ഞാൻ ഇത് ഇടുന്നതൊക്കെ കറക്റ്റ് ആവും ഇന്നും ಯಾರ ಬೇನುಂಟಾയെങ്കിൽ ಯಾರ ಕ್ರೀಮ್ ഇട്ടിട്ട് കൊടുക്കും അതിൽ പിന്നെ എന്നോർക്ക് സെക്കൻഡ് ലെയർ ആയിട്ട് ഇങ്ങനെ ഈ സോസ് ഇട്ടിട്ട് കൊടുക്കും ഈ സോസ് അതേപോലെ എല്ലാം മൊത്തം ഇങ്ങനെ സ്പ്രെഡ് ആക്കിയിട്ട് കൊടുക്കും സ്പ്രെഡ് ആക്കിയിട്ട് കൊടുത്താൽ പിന്നെ നിങ്ങൾക്ക് ಬೇನ್ಮയോ ഓർത്തേലും എന്താ ചിലർ പാറ്റേൺസും ആക്കിയിട്ട് പോവാം അല്ലെങ്കിൽ സിമ്പിൾ ഇങ്ങനെ വെച്ചിട്ട് വിടാം അപ്പോൾ ഞാനിങ്ങനെ ഫസ്റ്റ് ലെയർ ഇങ്ങനെ സിമ്പിൾ ആക്കിയിട്ട് ജസ്റ്റ് ഇട്ടിട്ട് കൊടുത്തോണ്ടില്ല സൈഡിലെല്ലാം ആക്കിയിട്ട് അപ്പോൾ സെക്കൻഡ് ലെയർ ആയിട്ട് ഞാനിങ്ങനെ ബ്രെഡ് വെച്ചിട്ട് കൊടുക്കറേന്ന് ഓർക്കാം അങ്ങനെ ബ്രെഡ് വെച്ചിട്ട് ഫുള്ള് സെറ്റ് ആക്കിയിട്ട് സൈഡ്സ് എല്ലാം കവർ ആക്കിയിട്ട് പിടിച്ചിട്ട് അങ്ങനെ ഫസ്റ്റ് ലെയർ നിങ്ങൾ എങ്ങനെ ആക്കി തിന്നാൽ അങ്ങനെ റെഡി ആക്കിയിട്ട് എടുക്കും അപ്പോൾ ഫസ്റ്റ് ലെയറും റെഡി ആയപ്പോൾ സെക്കൻഡ് ലെയറും ബ്രെഡും റെഡിയാക്കി ഇനിയിപ്പോൾ ഇത് ഞങ്ങൾ എന്നോർക്കാം ഫസ്റ്റ് തണ്ണി റെഡിയാക്കിയിട്ട് വെച്ചതിന്തല്ലേ അതേപോലെ ഞങ്ങൾ തണ്ണി ബീത്തിട്ട് തെൽ ചണ്ടി ആക്കിയിട്ട് കൊടുക്കും അപ്പോൾ ഞാൻ ഫസ്റ്റൊക്കെ ഇങ്ങനെ സ്പ്രേ ആക്കിയിട്ട് ഫുള്ള് ചണ്ടി ആക്കിയിട്ട് കൊടുത്തു തിന്നെ അതൊരു വീഡിയോ ഡിലീറ്റ് ആയിട്ട് ചെന്നല്ലേ ഞാൻ അപ്പോൾ ഈ തണ്ണി എത്തിക്കറ് ഈ തണ്ണി ഫുള്ള് ಖಾಲಿಯವರು ಫಸ್ಟ್ಗೂ ഇങ്ങനെ ബീത്തി കൊടുത്തിട്ട് ഞാൻ സെക്കൻഡ്ക്കും ഇങ്ങനെ ബീത്തിട്ട് കൊടുത്തിട്ട് അപ്പോൾ ഫുള്ള് ചണ്ടി ആക്കിയിട്ട് കൊടുത്തെങ്കിൽ നിങ്ങൾക്ക് നല്ല വെട്ടായിട്ട് കിട്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുള്ള് ഡ്രൈ ആയിട്ട് ബണ്ടി ബ്രെഡ് ಅದಕ್ಕೆ ಬೇನಾಯ್ತು ഞങ്ങൾ ഫസ്റ്റ് തണ്ണി റെഡിയാക്കിയത് ഇത് ബ്രെഡ്ക്ക് ಬೇನಾಯ್ತು എത്തിക്കറ് അപ്പോൾ ഇതേപോലെ സെക്കൻഡ് ലെയർക്കും ഞാനിങ്ങനെ ക്രീം ഇട്ടിട്ട് കൊടുത്തിട്ടില്ല ക്രീം ഞാൻ ചെന്നല്ലേ നിങ്ങൾക്ക് എത്ര പിന്നെ അത്ര എടുത്തിട്ട് യൂസ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ചെറിയ ഗ്ലാസ് നക്ക് ഇത് കറക്റ്റായിട്ട് വന്ന് ഇത് ഈ ട്രേക്ക് അങ്ങനെ നെക്സ്റ്റ് ഉണ്ടല്ലേ പാടേനോർക്ക് ഇങ്ങനെ സോസ് ഇട്ടിട്ട് കൊടുക്കണം ഞങ്ങൾ റെഡിയാക്കി വെച്ച സോസ് എന്തല്ലേ ബട്ടറും പാലും ബീത്തിയോ സോസ് എത്തിക്കണം ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ಬೇನೆയും കൊടുത്തെല്ലാം ഇങ്ങനെ ഡിസൈൻ ಬೇನೆയും പാറ്റേൺസ് ಬೇನೆ എന്തൊരു ಬೇನೆ ആക്കിയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ സിമ്പിൾ ആക്കിയിട്ട് സിമ്പിൾ ಬೇನೆയും വയ്ക്കാം ഞാൻ ജസ്റ്റ് ഇങ്ങനെ നൈഫ് തെല്ലിൽ ഇങ്ങനെ കൊടിയൊരു സ്പൂണ്ടോ ഇങ്ങനെ എന്താ ചിലർ സ്പ്രെഡ് ആക്കിയിട്ട് കൊടുത്തുണ്ടല്ലോ എല്ലാ സൈഡും മൂവ് ആക്കിയിട്ട് അതിൽ പിന്നെ ഉണ്ടല്ലേ ഇത് ഇനിയിപ്പോൾ ಮೇಲ್ಗುಂಡಲ್ಲ ನಾನು ಜಸ್ಟ್ ಒಂದು ಕ್ಯಾರಮೆಲ್ ಸಾಸ್ ಅಂದ್ರೆ ಇಂತು ಅದು ತೆಲ್ಲ ಲಾಸ್ಟ್ ಪುಲ್ಜಿ ತಿಂತು ಅದಕ್ಕೆ ಬೇನೆ ತೆಲ್ಲ ಕ್ರೀಮು ಇಟ್ಟಿತ್ತು ಈಗ ಜಸ್ಟ್ ಮೆಲ್ಟ್ ಹಾಕಿತ್ತು ಬೀತೀರ അപ്പോൾ നിങ്ങൾക്ക് ಬೇನೆಗೆ ഇങ്ങനെ ബീത്താലണ്ടെങ്കിൽ ബാൻഡേം ബുഡ്രെങ്കും ബുഡ
ഓപ്ഷണൽ അത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് കൊണ്ടല്ലേ ഒരിക്കൽ ക്യാഷ്യൂസ് എല്ലാം എന്തിരിട്ട് ನಾನು ರೆಡಿಯಾಕಿ വെച്ച ಕ್ರಂಚೀಸ್ ಅದರಲ್ಲೇ ഇങ്ങനെ ഇട്ടിട്ട് കൊടുത്തുണ്ടല്ലോ അത്രയും നല്ല ടേസ്റ്റ് ബണ്ട് ഈ ക്രഞ്ചിലായിത്തിക്കറവ നിങ്ങൾ തിന്നോ ഇതൊരു ബൈറ്റ് ഉണ്ടല്ലേ സുമാರು നേരം നിങ്ങൾ മൗത്തിൽ അത്രയും നല്ല നേരം മെൽറ്റ് ആയിട്ടിക്കറ അത്ര ഒരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ് ആയിത്തിക്കറ ഭയങ്കര അടിപൊളി ನಾನು ಸುಮಾರು ಬಟ್ಟೆ നിങ്ങൾ ചെന്ന് എന്താ വെച്ചാൽ അത്രയും ടേസ്റ്റ് ആയിട്ട് ബണ്ട് ഒരിക്കൽ ಟ್ರೈ ಹಾಕಿತ್ತು ನೋಡ್ಕೊರು അപ്പം നിങ്ങൾക്ക് ಕೊಂತವ್ರಿದ್ರೆ ಟೇಸ್ಟ್ അതേപോലെ നിങ്ങൾക്ക് ಈ ರೆಸಿಪಿ ಲೈಕ್ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ആക്കുക മറക്കണ്ട ഫാമിലി ഫ്രണ്ട്ಸ್ಗೆ ಎಲ್ಲರಿಗೂ ಶೇರ್ ಹಾಕಿದ್ದು ಕೊಡ್ಕೊರು ಇಂಗಂತ ಈಸಿ ರೆಸಿಪೀಸ್ നിങ്ങൾക്ക് ಬೇನುಂಟಾಗಿ ನನ್ನ ಚಾನಲ್ಗೆ ಸಬ್ಸ್ಕ್ರೈಬ್ ಹಾಕಿದ್ದು ಬೆಲ್ ಐಕನ್ನು ಪ್ರೆಸ್ ಹಾಕಿದ್ದು ಕೊಡ್ಕೊರು ಅಂಟಿಲ್ ವಿ ಮೀಟ್ ನೆಕ್ಸ್ಟ್ ಟೈಮ್ ಟೇಕ್ ಕೇರ್ ಬೈ ಬೈ ಅಸ್ಸಲಾಮು ಅಲೈಕುಮ್ ಅಲ್ಲಾ ಹಾಫೀಸ್.